വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലും ലോകത്തിലുമാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ തടസ്സമല്ലാതെ ഇരിക്കുന്ന ഒരു കാലമാണിത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഏത് സമയത്തും ഇപ്പോഴും നടക്കുന്ന വിവരങ്ങൾ അതേ നിമിഷം, ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ഓഫ് ഒരു സെക്കൻഡിൻ്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു വ്യത്യാസത്തിൽ നമ്മൾ നമ്മുടെ കയ്യിലെ ഫോണിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസിലൂടെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ വ്യക്തികൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം. രാഷ്ട്രങ്ങൾ തമ്മിൽ ഫിസിക്കലായിട്ടുള്ള അതിർത്തികളും നോമാൻസ് ലാൻഡുമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് ഈ ഭൂഗോളത്തിൻ്റെ അപ്പുറത്തുള്ള സംഭവങ്ങൾ നമുക്കറിയാൻ കഴിയുന്നു. എവിടെ ഉണ്ടാകുന്ന വൈജ്ഞാനിക മേഖലയിലും ശാസ്ത്ര മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമൂഹ്യ മേഖലയിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാം. പക്ഷെ സ്വന്തം കുടുംബങ്ങൾക്കുള്ളിൽ വ്യക്തികൾക്കിടയിൽ അത് ലൈഫ് പാർട്ട്ണറാകാം, മക്കളാകാം, പേരൻസ് ആകാം, കൊച്ചുമക്കളാകാം, സഹോദരങ്ങളാകാം, നമ്മൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ കുറഞ്ഞും വരുന്നുണ്ട്. ഇവിടെയാണ് ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ട് വളരട്ടെ. ഈ നമ്മുടെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കളെ ഓണർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു പള്ളി നിർമ്മിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പണം കണ്ടെത്തിയാൽ മതി. പക്ഷെ പഴയൊരു കാലം അങ്ങനെ ആയിരുന്നില്ല. ഒരു കല്ല് ഇവിടെ എടുത്തു വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ അന്ന് കുമ്മായമാണല്ലോ, അല്ല കുമ്മായം ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ എത്തിക്കണമെങ്കിൽ എന്തിനും ഉണ്ടാകേണ്ട ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദേശത്തെ, ഈ ഇടവകയെ, നമ്മുടെ ഈ സമൂഹത്തെ ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതിൽ വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെയാണ് നമ്മളിന്ന് ആദരിക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ആയിരിക്കുന്നതിന് കാരണക്കാർ ഇവരാണ്. അപ്പോൾ ഇവരെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ കുടുംബസംഗമത്തിൽ നമ്മുടെ ഈ മാതാപിതാക്കളെ ആദരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പുതുതലമുറയ്ക്കുള്ളൊരു സന്ദേശം കൂടിയാണ്. ഒപ്പം ഈ കുടുംബസംഗമം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ, പുതുതലമുറ, യുവാക്കൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു.